പ്രീമിയർ ലീഗിൽ 15ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തൊരു ക്ലബ്ബ് അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ സാധിക്കില്ല. ചാമ്പ്യൻസ് ലീഗ് എന്നല്ല, യൂറോപ്പ ലീഗിലോ യുഎഫ കോൺഫറൻസ് ലീഗിലോ ഒന്നും കളിക്കാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പൊ യൂറോപ്യൻ ടൂർണമെന്റിൽ കളിക്കാൻ പറ്റാത്ത നിലവിൽ പ്രീമിയർ ലീഗിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ യുണൈറ്റഡിന് ഇതൊന്നും ബാധകമല്ല. കാരണം യുണൈറ്റഡിന്റെ ലെഗസി അല്ലെങ്കിൽ ആ ഒരു പൈതൃകം, ഹെറിറ്റേജ്, അത് വേറെ ഒന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇപ്പം എംബുയമയുടെ ഡിസിഷൻ തന്നെ നമുക്കറിയാം. എംബുയമോ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് തന്റെ പ്രിഫറൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നാണ്. കാരണം എംബുയമയ്ക്ക് വേറെയും ഓഫറുകൾ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്തത് ന്യൂ കാസലിന് എംബുയമിന് താല്പര്യമുണ്ട്, ആഴ്സണലിന് താല്പര്യമുണ്ട്. അതുകൂടാതെ തന്നെ മറ്റൊരു ക്ലബ്ബായ ടോട്ടൻഹാമിന്റെ പേരൊക്കെ കേട്ടിരുന്നു. അപ്പം ഇതെല്ലാം അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ റൂമേഴ്സ് ആയിരിക്കാം. പക്ഷെ എന്നാലും എംബുയമെ പോലെ 20 ഗോളുകളും 8 അസിസ്റ്റുകളും സീസണിൽ നേടിയ ഒരു വിങ്ങറിന് എന്തായാലും ഡിമാൻഡ് ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ അങ്ങനെയുള്ള ഒരു താരം പക്ഷെ യുണൈറ്റഡിനെയാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു ലെഗസി എന്ന് പറയുന്നത്. കാരണം പല ക്ലബ്ബുകൾക്കും അതൊരു എന്താ പറയുക, എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു ലെഗസി തന്നെയാണ്. അതൊരു വസ്തുതയാണ്, അത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. എന്തായാലും യുണൈറ്റഡ് ആ രീതിയിൽ ഇപ്പം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്.